100 ദിവസത്തെ തടി വർക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 13. ഇന്ന് എണീച്ചത് 5:45. റെഡി ആയിട്ട് ഒരു വെള്ളം കുടിച്ചത് 6:15. എന്നിട്ട് വണ്ടി എടുത്ത് ജിമ്മിക്ക് ഇറങ്ങിയത് 6:30. ഒറ്റയ്ക്കല്ല, നീട്ടി ഒരു സെലൂട്ട് അടിച്ച് കൂടെ അഭിയുണ്ട്. അങ്ങനെ ജിമ്മിലെത്തി. ഇന്നത്തെ വർക്കൗട്ട് ലെഗാണ്. ലെഗിന്റെ എല്ലാ വർക്കൗട്ടും ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വള്ളിച്ചാട്ടമില്ല. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ച് ജിമ്മത്തെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. കയറാൻ സുഖമാണ്, പക്ഷെ ഇറങ്ങാൻ നല്ല പാടാണ്. എന്തായാലും നേരെ വീട്ടിൽ പോണ വഴിക്ക് നമ്മുടെ ഒരു അനിയൻ ലിഫ്റ്റ് വെച്ചിട്ട് അവനെയും കയറ്റി. വീട്ടിലെത്തി നിന്ന് കുളിച്ച് റെഡിയായി കാലത്തെ ഭക്ഷണം എടുത്തു. ഓട്സും പഴം കൂടി ഉണ്ടാക്കിയത്, പിന്നെ 2 മുട്ടന്റെ വെള്ളം 1 മുട്ട ഫുള്ളായിട്ടും. ടേസ്റ്റ് വലിയ കാര്യമായിട്ടില്ലെങ്കിൽ അത് കഴിച്ചപ്പോൾ ചെറിയൊരു സമാധാനം വയറിന്. എന്നിട്ട് വെളിയേക്ക് അടിക്കും പോയില്ല, ടി വി കണ്ടുകൊണ്ട് ഉച്ച വരെ വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് ഉച്ച 1:30 ആയത് ഉച്ചക്കത്തെ ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറും സോയാബീൻസും കൂടെ 1 സ്പൂൺ കുമ്പളങ്ങ ചാറും. കുറച്ച് ഭക്ഷണം ഉള്ളെങ്കിലും കഴിച്ചപ്പോൾ ഒരുപാട് സമാധാനം വയറിന്. എന്നിട്ട് ഒരു 4 മണിയായി നടന്നിട്ട് നേരെ ഇന്ദ്രന്റെ വീട്ടിലേക്ക്. ഇവിടെ എപ്പോ വന്നാലും എന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരാൾ ഇന്ദ്രന്റെ അച്ഛമ്മയാണ്. കൂടെ സ്നേഹത്തോടെ ബോണസ് ആയിട്ട് ഒരു തല്ലും കിട്ടും. എന്തായാലും അവന്റെ വണ്ടി കഴുകി കഴിഞ്ഞതിന് ശേഷം കുറെ നേരം അവന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. പിന്നെ ഇന്ന് വൈകുന്നേരം വള്ളിച്ചാട്ടില്ല, ലെഗിന്റെ വർക്കൗട്ട് കാരണം. അതുകൊണ്ട് വണ്ടി എടുത്താൽ അങ്ങനെ വെളിക്ക് വെറുതെ പോവാണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രി 7:45. അതുകൊണ്ട് രാത്രിയുടെ ഭക്ഷണം എടുത്ത് ചപ്പാത്തി അല്ല ഉപ്മാവാണ്, കൂടെ കുറച്ച് സോയാബീൻസും. എന്തായാലും അത് കഴിച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരോട് രാത്രി വെളിയിൽ പോയി. അവര് വന്ന് ഷവർമ കഴിക്കാൻ, ഞാൻ വന്ന് വെള്ളരിക്കും ക്യാരറ്റും കൂടെ കുറച്ച് വെള്ളവും കുടിക്കാൻ. എന്റെ മൈൻഡ് കൊണ്ട് ഞാൻ അതൊക്കെ വേണ്ട വെച്ചു. അതുകൊണ്ട് എനിക്ക് വെള്ളരിക്കിന് ധാരാളമാണ്. എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിയ സമയം 10 മണി. അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ 100 ദിവസത്തിലെ 13ാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. 14ാമത്തെ ദിവസം കണ്ടാൽ ബൈ.